ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കാതറിൻ ആൻഡ് ജോമർ ദമ്പതികളുടെ 4 മക്കളിൽ മൂന്നാമത്തെ കുട്ടിയുടെ 7 വയസ്സായ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഫിലിപ്പീൻസിലൊക്കെ 7 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമായിട്ട് ബർത്ത്ഡേ നടത്തുന്നതാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്നെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. അപ്പോൾ ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുഡിൻ്റെ ഒരു ഫെസ്റ്റിവൽ പോലെയായിരുന്നു. അപ്പോൾ അതായത് അവളുടെ ഹസ്ബൻഡ് അവിടെ തന്നെ ഷെഫാണ്, ഞാൻ ജോലി ചെയ്യുന്ന അവിടെ തന്നെ ഷെഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് വളരെ കാര്യമായിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം അവളുടെ ഹസ്ബൻഡ് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കേക്ക് മാത്രം അവർ പുറത്തുനിന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ വളരെ ആഘോഷമായിട്ട് നൂഡിൽസും അതുപോലെ നമ്മുടെ നോൺ വെജ്, അങ്ങനെ കുറേ തരത്തിലുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള നോൺ വെജിൻ്റെ ഫുഡൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന കറികളുടെയൊക്കെ പോലെ തോന്നുമെങ്കിലും ടേസ്റ്റ് വളരെയധികം ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ അപ്പത്തിൻ്റെ പോലത്തെ അപ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കനായാലും പോർക്കായാലും എല്ലാം ഒരു മധുരമുള്ള ടേസ്റ്റ് ആയിരുന്നു. നൂഡിൽസ്, ചിക്കൻ ആൻഡ് പോർക്കായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്ന വിഭവങ്ങൾ. പിന്നെ റൈസ് ഇവർ ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ബസുമതി റൈസാണ്. ലെറ്റസ് ധാരാളമുള്ള സാലഡ്സ് ആയിരുന്നു. വട്ടയപ്പം പോലത്തെ ഒരു അപ്പം ഉണ്ടായിരുന്നു. ലൈറ്റ്സ് അറേഞ്ച്മെന്റ്സും അതുപോലെ മ്യൂസിക് സിസ്റ്റം ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ അറേഞ്ച്മെന്റ്സ് ആയിരുന്നു. അവിടെ തന്നെയുള്ള ഒരു പള്ളിയുടെ ഹാളിൽ വെച്ചായിരുന്നു പാർട്ടി. Dartmouth, Halifax, Elmsdale, Enfield, Bali. അതുപോലെ കേക്ക് അപ്പോൾ അവരുടെ ഫ്രണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഡെക്കറേഷൻസ് ഒരു രക്ഷയില്ല. അവരെല്ലാവരും തലേ ദിവസം തന്നെ ഓൾറെഡി ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാർട്ടിയുടെ അവരുടെ എല്ലാവരുടെയും ഡ്രസ്സുകളൊക്കെ അവർ ഫിലിപ്പീൻസിൽ നിന്ന് ഓർഡർ കൊടുത്ത് വരുത്തിയത്. സോ ബ്യൂട്ടിഫുൾ. പിന്നെ അതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ കുറേ അവർ ഫിലിപ്പീൻസിൽ നിന്ന് തന്നെ വരുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ഇരുട്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു എക്സിറ്റ് എടുത്ത് വരുമ്പോൾ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ തെളിഞ്ഞ് ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്.